ഇത് ഒരു സ്ഥാനം കിട്ടിയാൽ മാത്രമേ ഈ പേട്രിയോട്ടിസവും നാഷണലിസവും കാണിക്കാൻ പറ്റിയിരിക്കുന്നത്. നാണക്കേട്. എന്താ ഇതിങ്ങനെ ഒരു കോൺഗ്രസിനെ ബാധിക്കുന്നത്? അല്ല, എല്ലാ പാർട്ടിയിലും അങ്ങനെ പുതിയ കാര്യമൊന്നും എല്ലാ പാർട്ടിയിലും. ലെഫ്റ്റ് പാർട്ടീസ് സംസ്ഥാന കമ്മിറ്റി എത്ര പേരുണ്ട്? എത്രയുണ്ട്? ഉത്തരം പറ. അത് സ്റ്റേറ്റ് കമ്മിറ്റി ഷുഡ് ബി അബൌട്ട് 80. ഞങ്ങളുടെ അതൊക്കെ ഉള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തത്തുല്യമായിട്ടുള്ളതാണോ ഈ സെക്രട്ടറിമാരുടെ നമ്പർ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അവര് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടോ? ഞങ്ങളുടെ രീതി ഉണ്ടെന്നേ. പക്ഷെ എന്നാലും ഈ സ്റ്റേജ് ഒടിഞ്ഞു പോകാൻ പാകത്തിൽ അവരുടെ സ്റ്റേജ് ഒടിഞ്ഞു പോകും. അവർ 80 വരുന്ന ആ സ്റ്റേജ് ഒടിഞ്ഞു. അതുകൊണ്ട് അവരുടെ കാര്യം അവർ നോക്കട്ടെ. ശരി, ഞങ്ങളെ വിധിക്കാൻ വരണ്ട. ശരി. അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് അനാവശ്യ ചോദ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ ഇല്ലാത്തത് എന്താണ് കോൺഗ്രസിലുള്ളത്? മനുഷ്യത്വം. ഞാൻ പറഞ്ഞു കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. അവർക്ക് മനുഷ്യത്വമില്ലേ? ഇല്ല. സോറി ടു സേ. They have been in government for 10 years. That's why they are bereft of humanity. അവരെന്തെല്ലാം നല്ല കാര്യങ്ങൾ അതെ, ചെയ്യുന്നത്? ചെടിച്ചട്ടി അടിച്ചിട്ട് തലയെ പൊട്ടിച്ചിട്ട് മനുഷ്യത്വം എന്ന് പറയുക, ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുക. കരിങ്കുണി കാണിക്കുമ്പോൾ അതിനെ കൊലപാതക കേസെടുത്ത് പിള്ളേരെ അകത്തിടുക. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, മുമ്പ് കോൺഗ്രസ്സുകാർ ഇതൊക്കെ ചെയ്തിട്ടില്ല. എവിടെ ചെയ്തു? ദൂരെ നിന്ന് കരിങ്കുണി കാണിച്ചതിന് ആരെ കഴുത്തുളുക്കി ആശുപത്രി കിടക്കുകയും ഒരു വനിതാ മന്ത്രിയെ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ പോയി പിന്നെ സ്റ്റേഷനിൽ പോയി. പുരുഷ മന്ത്രിയായിരുന്ന KV തോമസ് ഇപ്പം അവർ കൊടുത്തിട്ടാണല്ലോ അദ്ദേഹത്തെ സ്റ്റേഷനിൽ പോയി കരിവേൽ വെച്ചു. പിന്നെ നാണക്കെടുത്തി. ഞാനിത് ചോദിച്ചത് ചില നമ്മുടെ ലെഫ്റ്റിനോട് താല്പര്യമുള്ള ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ട് എനിക്ക് ലെഫ്റ്റിനോട് വലിയ താല്പര്യം. അവരിവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ഗോർബച്ചോവായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി മാറും. അതുകൊണ്ട് ആ സ്നേഹത്തിൽ പറഞ്ഞു ഇച്ചിരി മനുഷ്യത്വം കൂടെ ആവാം. കമന്റ് കേട്ടോ. ഈ ഡ്രഗിന്റെ ഒരു ഓവർ യൂസ് ആണല്ലോ കേരളത്തിൽ നിന്ന്. കറക്റ്റാണല്ലേ? ഡ്രഗ് മാത്രമല്ല, പോസ്റ്റ് 2020 സൂയിസൈഡ് റേറ്റ് ഹസ് ഗോൺ വെരി ഹൈ. സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതായി കണക്കുകൾ. 100,000-ൽ 2 പേർ ജീവൻ ഒടുക്കുന്നുവെന്നാണ് പഠനങ്ങൾ. കൊച്ചു ആത്മഹത്യ ചെയ്തത് എക്സാമിന് പാസ്സായില്ല എന്ന് പറഞ്ഞു. കുട്ടികളടക്കം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ആശങ്കാജനകമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിക്കണം. വിജയം ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ 100% ഞാൻ യോജിക്കുന്നു. വിജയത്തെക്കാട്ടിൽ കൂടുതൽ എഫക്റ്റീവ് ഫെയിലിയർ ആണ്. കാരണം ഫെയിലിയർ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.